നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി അവരെല്ലാവരും പ്രഖ്യാപിച്ചു, അംഗീകരിച്ചു. പിന്നെ മദീന ഭരിക്കുന്ന രാഷ്ട്രത്തലവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന എന്ന രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദികൾ ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്, അതുപോലെ പലരും ജീവിക്കുന്നുണ്ട്. അവരാ രാജ്യത്തിന് ടാക്സ് അടക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നങ്ങളില്ല, അവർക്ക് പൂർണ്ണമായ സംരക്ഷണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിക ഭരണം നൽകുന്നുണ്ട്. അവരുമായി സൗഹാർദ്ദത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അവര് ക്ഷണിച്ച ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. അവര് ക്ഷണിച്ച ഭക്ഷണം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പോയിട്ടുണ്ട്. പക്ഷേ യഹൂദികൾ ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വിഷം ചേർത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണം തൊള്ളയിലിട്ട് ചവക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഈ ഭക്ഷണം എന്നോട് പറയുന്നു ഇതിന് വിഷം ചേർത്തിട്ടുണ്ടെന്ന്. യഹൂദികളെ വിളിച്ചു, നിങ്ങളിത് വിഷം ചേർത്തിട്ടുണ്ടോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ വിഷം ചേർത്തിട്ടുണ്ട്. അതെന്തിനാ ചേർത്തത്? അത് നിങ്ങൾ സത്യം പറയുന്ന നബിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ സത്യം പറയാത്ത ആളെന്ന് ഇതോടുകൂടി തന്നെ കഥ കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നല്ലോ. സുബ്ഹാനല്ലാഹ്, അത്ര വഞ്ചന നടത്തിയവരാണ് യഹൂദികൾ. പക്ഷെ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹാർദ്ദത്തോടെ പെരുമാറിയിട്ടുണ്ട്. ആ മദീന എന്ന രാഷ്ട്രം അല്ലാഹുവിന്റെ റസൂല് സുന്ദരമായ ഭരണം നടത്തുമ്പോ ആ രാഷ്ട്രത്തെ തകർക്കാൻ, ആ രാഷ്ട്രത്തിലുള്ള മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൊന്നൊടുക്കാൻ, മുഹമ്മദ് നബിയെ വകവരുത്താൻ, സാമ്പത്തിക ശേഷി നേടാൻ വേണ്ടി ബിസിനസ് നടത്തുകയാണ് അബൂജഹലും അബൂ സുഫിയാനും. എന്തിന് പണമുണ്ടാക്കിയിട്ട് വേണം ഇതിനെ തകർക്കാൻ. അതിന്റെ പുറമെ അവരതാ നബിയെ ആക്രമിക്കാനുള്ള വകുപ്പുകൾ കൂട്ടുകയാണ്, ആയുധം വാങ്ങിക്കൂട്ടുകയാണ്. ആ സമയത്ത് അവരുടെ ആസൂത്രണം പൊളിക്കാൻ വേണ്ടി അവര് നബിയെ എതിർക്കാൻ വേണ്ടിയുള്ള ആയുധം വാരിക്കൂട്ടാനുള്ള ബിസിനസ് നടത്തുമ്പോ ആ ബിസിനസ് പിടിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രം കയ്യേറാനും ആ രാഷ്ട്രത്തിലെ പൗരന്മാരെ കൊന്നൊടുക്കാനും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതാ മക്കയിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ മുട്ടും പാട്ടുമായി മുഹമ്മദിനെ വകവരുത്തുമെന്ന ഹുങ്കോടുകൂടി മദീനയുടെ സമീപ പ്രദേശമായ ബദറിലെത്തിയപ്പോൾ അവരെ ശക്തിയായി ഈമാനിന്റെ ശക്തി കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭീകരവാദമാണോ സുഹൃത്തുക്കളെ? തീവ്രവാദമാണോ സുഹൃത്തുക്കളെ? ചോദിക്കട്ടെ, പാകിസ്ഥാനിന്റെ സൈന്യം കാർഗിലിലേക്ക് കയറി വന്നാൽ ഇന്ത്യ രാജ്യം നോക്കി നിൽക്കുമോ? ഇന്ത്യ രാജ്യം തുരത്തുകയില്ലേ? അത് തുരത്തുന്നത് തീവ്രവാദമാണോ? ഒരിക്കലുമല്ല. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ യുദ്ധമാണത്. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ മുഴുവനും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ്. അല്ലാതെ നാലാള് കമ്മിറ്റി ഉണ്ടാക്കി ബോംബ് നിർമ്മിക്കുന്ന, നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടല്ല. നിയമം കയ്യിലെടുക്കുക എന്നത് ഒരു രാഷ്ട്രത്തിൽ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ നിയമം കയ്യിലെടുക്കുക എന്ന തീവ്രവാദ ശൈലി അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ തീവ്രവാദം ഇവിടെ അംഗീകരിക്കുകയില്ല എന്ന നിർബന്ധത്തിന്റെ പേരിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് കേട്ടോ. തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. എങ്കിൽ നിങ്ങൾ വഴിതെറ്റിപ്പോകൂല. അല്ലെങ്കിൽ നിങ്ങളെ വന്ന് തീവ്രവാദത്തിന്റെ ആശയങ്ങൾ കുത്തിവെച്ചിട്ട് ഖുർആനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത, ഹദീസിനെ കുറിച്ച് വിവരമില്ലാത്ത, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും പുത്തൽവാദി ഖുർആൻ ഓതിയിട്ട് സ്വന്തം അർത്ഥം പറഞ്ഞ് ഖുർആനിന് അവന്റെ വകയിൽ സ്വന്തമായി വിവർത്തനം എഴുതി പരിഭാഷ എഴുതിയിട്ട് ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകുന്നതിന്റെ കാരണം വിവരമില്ലാത്ത പുത്തൻവാദിയുടെ, പ്രത്യേകിച്ച് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളും ഖുതുബാത്തും അതുപോലുള്ള പുസ്തകങ്ങളും വായിച്ച് സിമിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് അങ്ങനെ തീവ്രവാദങ്ങളിലേക്ക് കടന്നുപോയവരെ നമുക്കറിയാമല്ലോ.
എന്തേ കാരണം? ഖുർആൻ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല. എന്താണ് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് ഗ്രഹിച്ചില്ല. ഇസ്ലാമിന്റെ ജിഹാദ് അത് ശത്രുക്കൾ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വന്നപ്പോ ഇസ്ലാമിക രാഷ്ട്രത്തലവനായ നബിയുടെ കീഴിൽ നടന്ന അതാ യുദ്ധങ്ങളാണ്. അത് അന്ത്യനാള് വരെ ഏത് രാഷ്ട്രത്തിനും അനിവാര്യമാണ്. ഇന്ത്യ രാജ്യം ധാരാളം സന്നാഹമൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ധാരാളം സൈന്യങ്ങളുണ്ട്, പട്ടാളമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ധാരാളം ആയുധങ്ങളുണ്ട്. പാകിസ്ഥാനിലുണ്ട്, അതുപോലെ അമേരിക്കയിലുണ്ട്, സർവ്വരാഷ്ട്രങ്ങളിലുമുണ്ട്. കാരണം ഏത് രാഷ്ട്രത്തിനും നിലനിൽക്കാൻ ആയുധം വേണം, ഏത് രാഷ്ട്രത്തിനും നിലനിൽക്കാൻ പട്ടാളം വേണം, ഏത് രാഷ്ട്രത്തിന്റെയും വ്യവസ്ഥിതി നിലനിർത്താൻ സംവിധാനം വേണം. അത് തീവ്രവാദമല്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കയിൽ ജീവിച്ച് പ്രബോധനം നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പച്ചയായി കൊന്നൊടുക്കുന്നത് അവിടുന്ന് കണ്ടില്ലേ? ആക്രമിക്കുന്നത് കണ്ടില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു എന്നെ കല്ല് വെച്ച് ഉരുട്ടുന്നത് കണ്ടില്ലേ? എന്നിട്ടപ്പോഴെങ്ങാനും എവിടെയെങ്ങാനും വല്ല പ്രവർത്തനവും തിരിച്ച് അതാ ആക്രമം ചെയ്ത കക്ഷികളോട് തിരിച്ചു വല്ലതും ചെയ്തത് ചരിത്രത്തിലുണ്ടോ? ഇല്ല. കാരണം അന്ന് ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടിട്ടില്ല. www.muttinabi.com